SKSSFിന്റെ സംസ്ഥാന ട്രഷറർ, വലിയ വചനശില്പി, നമുക്ക് ആവേശമായ ഉസ്താദ് ബഷീർ ഫൈസി ദേശമംഗലം നമ്മെ അഭിസംബോധനം ചെയ്യുന്നു. ബഹുമാന്യരെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. കുടിലും കുലങ്ങളും ചുട്ട് ചമ്പലാക്കാത്ത കുടിലതയുടെ വേദാന്തം പടുമൊഴികളോതാത്ത, കുടിലും കുലങ്ങളും ചുട്ട് ചമ്പലാക്കാത്ത കുടിലതയുടെ വേദാന്തം പടുമൊഴികളോതാത്ത, കുതറും മനുഷ്യന്റെ കുടൽമാല ചോർക്കാത്ത, തളരും മനുഷ്യന്റെ തലവെട്ടി വിൽക്കാത്ത, കുടിലതകളില്ലാത്ത കുന്നായ്മയില്ലാത്ത എന്റെ നാടെവിടന്റെ മക്കളെ. അഭിവന്ദരായ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ നായകൻ സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദരായ മറ്റു സയ്യിദന്മാർ, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി പ്രിയപ്പെട്ട കാനേഷ് പൂനൂർ, ബഹുമാനനായ റഹ്മാൻ ഫൈലി ഉസ്താദ്, ബഹുമാനനായ ജില്ലാ SKSFിന്റെ കാര്യദർശി, സുഹൃത്തുക്കളെ, എല്ലാവരെയും പേരെടുത്ത് പറയേണ്ടതാണ്. പക്ഷെ നമ്മുടെ ടൈം ഷെഡ്യൂൾ അല്പം വൈകിട്ടാണ് പോകുന്നത്. 30 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രസംഗം തീരണം. രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യജാലിക നടത്തി. ഈ മനുഷ്യജാലികയുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. നിങ്ങളുടെ അരികിലേക്കൊക്കെ ഒരു ബക്കറ്റ് വരും, നല്ലൊരു ഹദിയ നിങ്ങളതിൽ നൽകണമെന്ന് ആമുഖമായി പറയുന്നു. 947 സ്വാതന്ത്ര്യത്തലേന്ന് ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സ്നേഹസമത്വ സഹോദര്യത്തിന്റെ പതാക മൂവർണ്ണക്കൊടി ആകാശത്തേക്കുയർത്തി ന്റെ അടയാളമായ യൂണിയൻ ജാക്ക് എന്ന് പറയുന്ന പതാക വലിച്ച് താഴേക്കിട്ട് നടത്തിയ പ്രോജ്വലമായ ഒരു പ്രഭാഷണമുണ്ടായിരുന്നു. ഇന്ത്യ നീണ്ട നൂറ്റാണ്ടുകളുടെ തമസ്സിൽ നിന്ന് പുതിയ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കുകയാണ്. പുതിയൊരു സ്വാതന്ത്ര്യത്തിന്റെ മണിയടിയാളം നമ്മുടെ ശ്രവണേന്ദ്രിയങ്ങളിൽ നിറയുകയാണ്. ആ പ്രഭാഷണം കേൾക്കുമ്പോൾ ചെങ്കോട്ടയിൽ തടിച്ചുകൂടിയ 10,000-കണക്കായ ഇന്ത്യക്കാർ കണ്ണീർ വാർക്കുകയായിരുന്നു. പിറ്റേന്നത്തെ പുലരി, ഓഗസ്റ്റ് 15 പുലരി, ആഘോഷത്തിമർപ്പിൽ ഡൽഹി അമർന്നു കഴിഞ്ഞപ്പോൾ, തെരുവോരങ്ങളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടപ്പെടുമ്പോൾ, ഇന്ത്യയിലെ പ്രഗത്ഭരായ പത്രപ്രവർത്തകന്മാർ അന്വേഷിച്ചു, എവിടെ ഗാന്ധിജി? നീണ്ട പതിറ്റാണ്ടുകളിൽ സഹന സമരത്തിന്റെ വീരേതിഹാസം രചിച്ച മഹാത്മജിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് ഗുജറാത്തിലെ നവഖാലിയിലാണ്. നവഖാലിയിൽ ഹിന്ദു മുസ്ലിം കലാപത്തിന്റെ തീനാളങ്ങൾക്കിടയിലൂടെ അർദ്ധനഗ്നനായ ഫക്കീർ ഓടി നടക്കുകയായിരുന്നു. വർഗീയ ഭ്രാന്തിന്റെ അഗ്നി തണുപ്പിക്കാൻ അദ്ദേഹത്തെ കണ്ടെത്തിയ പത്രപ്രവർത്തകന്മാർ ചോദിക്കുന്നുണ്ട്, മഹാത്മജി, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായി,
എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് പുതിയ ഇന്ത്യക്ക് നൽകാനുള്ളത്? ഗാന്ധിജി മിണ്ടിയില്ല. രണ്ടാമതും ആവർത്തിച്ചു, എന്ത് സന്ദേശമാണ് പുതിയ ഇന്ത്യക്ക് അങ്ങേക്ക് നൽകാനുള്ളത്? ഗാന്ധിജി ആവർത്തിച്ചപ്പോൾ ആ മഹാമനീഷിയുടെ മുഖകമലങ്ങളിൽ നിസ്സംഗത കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം തണുത്ത സ്വരത്തിൽ പറഞ്ഞു, നോ മെസ്സേജ് ടു ദി ഫ്രീ ഇന്ത്യ. എനിക്കൊരു മെസ്സേജും നൽകാനില്ല, എനിക്കൊരു സന്ദേശവും നൽകാനില്ല പുതിയ ഇന്ത്യക്ക്. രാജ്യം നേരിടാൻ പോകുന്ന ആപൽ സംഘങ്ങളുടെ മുനയുണ്ടായിരുന്നു. രാജ്യം റിപ്പബ്ലിക്കായതിന്റെ നമ്മൾ ഇന്ന് ആഘോഷിച്ചത്. ഇന്ത്യ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ച് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയതിന്റെ ആഘോഷമാണ് ജനുവരി 26 ഇന്ന് ആഘോഷിച്ചതെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതുപോലെ ജാലിക തീർത്തിരിക്കുകയാണ്. ലക്ഷദ്വീപിലും കർണാടകയിലും തമിഴ്നാട്ടിലും GCCയിലെ പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള മനുഷ്യജാലികകൾ നടക്കുകയാണ്. എന്താണ് ഈ ജാലികയിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്? അന്ന് ഗാന്ധിജിയുടെ നിസ്സംഗതയുടെ സൂചനയിൽ ഉണ്ടായിരുന്ന ആപത്തുകൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ വലിയ അർത്ഥത്തിൽ വ്യാപിക്കുകയാണ് എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. രാജ്യത്തിന്റെ വിമോചന പോരാട്ട രംഗത്ത് ചെയ്ത 10,000-കണക്കിനായ ധീരദേശാഭിമാനികളുടെ രക്തം കൊണ്ടാണ് വിമോചന പോരാട്ടത്തിൽ ഇന്ത്യ വിജയത്തിന്റെ ചിത്രം രചിക്കുന്നത്. സ്വാതന്ത്ര്യ പുലരിക്ക് ശേഷം കഴിഞ്ഞുപോയ എത്രയോ പതിറ്റാണ്ടുകൾ ഇന്നും മനോഹരമായി സംസാരിച്ചിട്ടുണ്ടാകും നമ്മുടെ പ്രധാനമന്ത്രി. ഇതുപോലെ സ്വാതന്ത്ര്യ ദിനങ്ങളിലും നമ്മുടെ പ്രധാനമന്ത്രി, ഏതു പ്രധാനമന്ത്രിയാണെങ്കിലും ചെങ്കോട്ടയിൽ പ്രസംഗിക്കും. എല്ലാ വിദ്യാലയങ്ങൾക്ക് മുന്നിലും മൂവർണ്ണക്കൊടി ഉയരും, കുഞ്ഞുങ്ങൾ മിഠായി നുണയും. അതിൽ തീരുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഈ പുലരി, സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം അതിൽ അവസാനിക്കുകയാണ്. പക്ഷേ ആരെയാണോ ഈ മണ്ണിൽ നിന്ന് നമ്മൾ ആട്ടിയോടിക്കാൻ ശ്രമിച്ചത്, ഏത് സാമ്രാജ്യത്വത്തെയാണോ ഇന്ത്യയിൽ നിന്ന് ആട്ടിയോടിക്കാൻ ശ്രമിച്ചത്, ആ സാമ്രാജ്യത്വം വിവിധ വേഷങ്ങളിലായി ഭാഷകളിലായി ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന അപകടകരമായ അവസ്ഥയാണ് ഇന്ത്യ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പോരാട്ടത്തിൽ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരോടുകൂടെയും സജീവമായ പങ്കാളിത്തം വഹിച്ച ഒരു വിഭാഗമാണ് മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത്. ഇത് മലപ്പുറത്തിന്റെ കോട്ടക്കുന്നിന്റെ മുകളിലാണ് മലപ്പുറം പ്രസവിച്ച ധീരനായ പുലിക്കെട്ടി വാരിയങ്കുന്നൻ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ കെട്ടി പിന്നിൽ നിന്ന് വെടിവെക്കാൻ ആരംഭിച്ചപ്പോൾ തിരിഞ്ഞു നിന്നു ആ വീരനായകൻ. എന്നിട്ട് പറഞ്ഞു, ബ്രിട്ടീഷുകാരെ, നിങ്ങൾ എന്നെ കൊന്നുകയാണെങ്കിൽ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഞാനൊരു മുസ്ലിമാണ്, എന്റെ സിരകളിൽ ഒഴുകുന്നത് മുസ്ലിം രക്തമാണ്. ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടിയത്, അതുകൊണ്ട് എനിക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്നെ പുറകിൽ നിന്ന് വെടിവെച്ചാൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വാരിയങ്കുന്നൻ വെടിയേറ്റു വീണു എന്ന് ചരിത്രം പറയും. അതുകൊണ്ട് ഞാൻ ധീരനായ പോരാട്ടത്തിന്റെ ഒരു സമുദായത്തിന്റെ ആളാണ്. നെഞ്ചിലേക്ക് വെടിവെക്ക്, എന്റെ നെഞ്ചിലേക്ക് വെടിവെക്ക് എന്ന് പറഞ്ഞ് പെരുമാറു കാണിച്ചു കൊടുത്ത വാരിയങ്കുന്നൻ ചരിത്രത്തിൽ എവിടെയും ഇല്ല. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ചരിത്രത്തിൽ കാണുന്നില്ല. അത് സൈഫുൽ ബത്താർ എന്ന ഗ്രന്ഥം എഴുതി മലബാറിലെ മാപ്പിള മക്കളുടെ മനസ്സുകളിലേക്ക് വൈദേശിക പലിശകളോടുള്ള പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ ജ്വലിപ്പിച്ച മഹാനായ ബാലവി മമ്പറം തങ്ങളെ കാണാനില്ല. എന്റെ ചാവക്കാട്ട തുക്കിടി കച്ചേരിയിൽ ബ്രിട്ടീഷ് ജഡ്ജിയുടെ മുഖത്ത് നോക്കി ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, കയ്യിലൊരു കറുത്ത കാലങ്കുടയും കക്ഷത്തിൽ ഒരു കറുത്ത ഭാഗം പിടിച്ച് അത് ചൂണ്ടിക്കൊണ്ടി പറഞ്ഞു, നികുതി നിഷേധത്തിന് ആദ്യമായി ഗാന്ധിജി പോലും ചിന്തിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആദ്യമായി നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ
സംഘാത രൂപമില്ലെങ്കിലും ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഇതിഹാസം രചിച്ച അതേ പ്രണയത്തിന്റെ രാക്കുയിൽ ഖാലി ഉമർ മാദാ തഖൂലി യാ ബതൽ, എന്തടാ വിട്ടി നീ പറയുന്നത്? ട്രാൻസ്ലേറ്റർ അത് പരിഭാഷപ്പെടുത്തി കൊടുത്തു. ജഡ്ജിക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി, ഗർജിച്ചു. അദ്ദേഹത്തെ കയ്യാമം വെച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. കോഴിക്കോട്ടേക്ക് വന്നേരിയുടെ നഗരവീഥികളിലൂടെ ഖാലി ഉമർ എന്ന് പറയുന്ന വീരനായകനെ കൊണ്ടുപോകുമ്പോൾ പൊന്നാനിയിലും ചാവക്കാട്ടും കോഴിക്കോടുമുള്ള തീരദേശ റോട്ടിൽ മുഴുവൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്ന് ഈ മുസ്ലിം മതപണ്ഡിതനെ വിടണമേ എന്ന് പറയാൻ മാത്രം ആർജവം കാണിച്ച ഖാലി ഉമറിന് ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. ഇവിടെ അഭിവന്ദനായ നമ്മുടെ നായകൻ പറഞ്ഞു, ഇതൊക്കെ നനവുകളിൽ നിന്ന് ആരെയാണ് നിങ്ങൾ കൂകി ഓടിക്കാൻ ശ്രമിക്കുന്നത്? ഈ രാഷ്ട്രത്തിന്റെ ജനിത നനവുകളിൽ പങ്കാളിത്തം വഹിച്ചത് ജനസംഘ ഒരു നേതാവിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇറ്റ്സ് എ ചലഞ്ച്. പറയാൻ കഴിയില്ല. ശ്രീ കമൽ, നമുക്ക് അദ്ദേഹത്തോട് വലിയ പ്രതിബദ്ധതയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളോടോ മതചിന്താഗതികളോടോ അദ്ദേഹത്തിന്റെ പ്രൊഫഷനോടോ ഈ പ്രസ്ഥാനത്തിനോ നമുക്കോ ഒരു പ്രതിബദ്ധതയുമില്ല. പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യാം. അങ്ങനെ ഒരു നിലപാട് പറഞ്ഞതിന്റെ പേരിലാണ് കമലിനോട് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്നത്. കൂകി ഓടിക്കാൻ ശ്രമിക്കുന്നത് മാത്രം ഏതു ഭക്ഷണം കഴിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത്, നമ്മുടെ അടുക്കളയിൽ എന്തു വേവണമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെ അപരദേശീയത ഇവിടെ വളർന്നു വരികയാണ്. ഇന്ത്യക്ക് അങ്ങനെ ഏകമുഖമായ ഒരു ദേശീയ ഭാവമില്ലായിരുന്നു. എല്ലാത്തിനെയും സ്വീകരിച്ച് എന്നാൽ ഒന്നിന്റേതുമല്ലാത്ത രീതിയിൽ ഒരു രീതിയിലാണ് ഇന്ത്യയുടെ ദേശീയത ലോകത്തഭിമാനത്തോടെ തലയുയർത്തി നിന്നിട്ടുള്ളത്. അങ്ങനെയല്ലേ ചരിത്രം പറയുന്നത്? അറബിക്കടലിന്റെ അലമാലകള് തഴുകിയൊഴുകി കടന്നു വന്ന് തൗഹീദിന്റെ നൗകയെ സ്വീകരിച്ചു. ഈ അടിക്കാൻ വന്നവരുണ്ട്, കച്ചവടത്തിന് വന്നവരുണ്ട്, ആക്രമിക്കാൻ വന്നവരുണ്ട്, പർവീസ തേടി വന്നവരുണ്ട്, അതെ പലായനം ചെയ്തു വന്നവരുണ്ട്. എല്ലാവരെയും മണ്ണ് സ്വീകരിച്ചിട്ടില്ലേ? ദേശങ്ങളിൽ കൊടുങ്ങല്ലൂരും പൊന്നാനിയിലും പന്തലായനിയിലും കൊല്ലത്തും ധർമ്മടത്തും ഒക്കെ പള്ളികൾ നിർമ്മിക്കാൻ ഈ രാജ്യത്തെ ഹിന്ദു സഹോദരങ്ങൾ മണ്ണ് ചുമന്നിട്ടുണ്ട്, സഹോദരങ്ങൾ പട്ട ചുമന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ ഈ പാരമ്പര്യ പൈതൃകത്തെ അടർത്തി മാറ്റാൻ രാജ്യത്തെ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന വലിയ ശബ്ദമാണ് SKSSF മനുഷ്യജാലികയിലൂടെ ഉണർത്താൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് പോകാനോ? മക്കയ പാകിസ്ഥാൻ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാംസ്കാരികമോ മതപരമോ ആത്മീയമോ ആയ ഒരു സത്തത്തെയും പ്രതിനിധാനം ചെയ്യുന്ന നാടല്ല. ഭൂപടത്തിലെ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് പാകിസ്ഥാൻ. ഞങ്ങളുടെ ആത്മനഗരമായ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിലേക്ക് പോകൂ എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ അനുവദിക്കാനും അങ്ങനെ പറഞ്ഞാൽ കേട്ടുപോകാനും കഴിയുന്നവരല്ല ഇന്ത്യൻ മുസ്ലിങ്ങള്. അതല്ലാതെ പോകാൻ ഞങ്ങൾ താല്പര്യപ്പെടും. അല്ലേ? ഈ രാജ്യത്തിന്റെ പാരമ്പര്യം അതല്ല, ഈ രാജ്യത്തിന്റെ പൈതൃകം അതല്ല. നിങ്ങൾക്കറിയുമോ, കൂകി ഓടിക്കാൻ ശ്രമിക്കുന്ന, അതെ ബീഫ് കഴിച്ചു എന്നതിന്റെ പേരിൽ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന, അതെ ബാംഗ്ലൂരിന്റെ നഗരവീഥികൾക്ക് മുകളിലൂടെ റിക്ഷാവണ്ടി വലിച്ച് വിയർത്തൊലിക്കുന്ന, അതെ രാജസ്ഥാന്റെ മാർബിൾ കോറികളിൽ ശരീരം വിണ്ടുകീറി നിലവിളിക്കുന്ന, അതെ കൊൽക്കത്തയുടെ കാനകൾക്ക് മുകളിൽ നിന്ന് ചെരുപ്പ് കുത്തുന്ന, അതെ മീററ്റിലെയും സൂററ്റിലെയും പട്ടുനൂൽ വ്യവസായ കേന്ദ്രങ്ങളിൽ പുഴുക്കളെ പോലെ സഞ്ജീവിക്കുന്ന, മുംബൈയിലെ റൊട്ടി നിർമ്മാണശാലകളിൽ കരിമ്പകയേറ്റ് പടയുന്ന ഇന്ത്യൻ മുസ്ലിം ഉണ്ടല്ലോ.
ആ ഇന്ത്യൻ മുസ്ലിം വിദ്യാലയങ്ങൾ അനുവദിക്കേണ്ട പ്രദേശങ്ങളിൽ പോലും പട്ടാര ബാരക്കുകൾ അനുവദിച്ച് ഒരു സമൂഹത്തിന്റെ ഉത്ഥാനങ്ങളെ തടയിടാൻ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ചേർത്ത് ഞങ്ങൾ പറയുകയാ, മുസ്ലിമായി ജീവിച്ച ഒരു ധീരദേശാഭിമാനിയെ കുറിച്ച്. മുംബൈയിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ തൊപ്പിയും താടിയും വെച്ച ആ ചെറുപ്പക്കാരനോട് ബീഗം ആബിദ എന്ന് പറയുന്ന ഇന്ത്യ പ്രസവിച്ച വീരപ്പുലിയായ പെൺകുട്ടി പറയുന്നുണ്ട്, യങ് ഇന്ത്യയിൽ ഗാന്ധിജി പോലും പറഞ്ഞു, ഈ രാജ്യത്ത് ഒരമ്മയെ നിങ്ങൾ ആദരിക്കണമെങ്കിൽ ഞാൻ പറയുന്നു ആ അമ്മയുടെ പേര് കസ്തൂർബായ്, ആ അമ്മയുടെ പേര് ബീഗം ആബിദ എന്നാണ്. മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ശൗക്കത്ത് അലിയുടെയും ഉമ്മ. എന്റെ ചെറുപ്പക്കാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, മുംബൈയിലെ തുറമുഖത്ത് എന്റെ മകനെ യാത്രയാക്കുകയാണ്. കാംബ്രിഡ്ജിലേക്ക് ബാരിസ്റ്റർ ബിരുദത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി പോവുകയാ. വലിയ മതബോധമുള്ള ചെറുപ്പക്കാരൻ, ഖുർആൻ ഹാഫിളാക്കിയ ചെറുപ്പക്കാരൻ, തുർക്കി തൊക്കിയും ഷർവാണിയും താടിയും വെച്ച ചെറുപ്പക്കാരൻ. അത് പ്രേമം സിനിമയിലെ നിവിൻ പോളി അനുകരിച്ച താടിയായിരുന്നില്ല, അത് ദുൽഖർ സൽമാന് അനുകരിച്ച താടിയല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുചര്യയെ അനുകരിച്ച താടി. ബീഗം ആബിദ പറഞ്ഞു, പൊന്നുമോനെ, രണ്ടു കാര്യങ്ങളായി എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഒന്ന്, നീ യൂറോപ്പിൽ പോയി ഭൗതിക പഠനവുമായി തിരിച്ചു വരുമ്പോൾ നിന്റെ ദീന് പോകരുത് കേട്ടോ. നീ മുസ്ലിമാ, ആ ബോധം നിന്നിൽ നിന്ന് പോകരുത്. രണ്ടാമതായി, ഈ രാജ്യം വിദേശികളുടെ കരങ്ങളില. നീ പോയി തിരിച്ചു വന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെയാണ് ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്. മാറി നിൽക്കണമെന്നല്ല, നമുക്ക് പോകാൻ സൗദി അറേബ്യ ഉണ്ടെന്നല്ല, പാകിസ്ഥാൻ ഉണ്ടെന്നല്ല, രാജ്യത്തിന്റെ പോരാട്ടത്തിന് നീ ശ്രമിക്കണം. 4.5 കൊല്ലക്കാലം കാംബ്രിഡ്ജിലെ ബാരിസ്റ്റർ ബിരുദത്തിന് ശേഷം, സഹോദരന്മാരെ, എത്ര വലിയ മതബോധം എന്നറിയുമോ? 3.5 മണിക്ക് നേരത്ത് ലണ്ടനിലെ 0 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ള, എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം 10 മിനിറ്റ് മേശപ്പുറത്ത് വെച്ചാൽ ഐസ് കട്ടയായി മാറുന്ന മരം കോച്ചുന്ന തണുപ്പിൽ മൗലാന മുഹമ്മദ് അലി തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് സുഹൃത്ത് എഴുതപ്പെടുമാർ മാത്രം മതബോധമുള്ള ചെറുപ്പക്കാരിൽ അദ്ദേഹം ബാരിസ്റ്റർ ബിരുദത്തിന് പഠിച്ചു. ഇന്നത്തെ വക്കീലിന്റെ പ്രാജ്ഞയമാണത്. പഠിച്ചു തിരിച്ചു വന്നു. 42ഓളം വരുന്ന ഗാന്ധിജി അടക്കമുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യങ്ങൾ അന്ന് ജയിലിലാണ്, ബ്രിട്ടീഷുകാരന്റെ തടവില. രക്ഷപ്പെടുത്താൻ രാധാകൃഷ്ണന്റെ നേതാക്കന്മാരാരുമില്ലായിരുന്നു. രക്ഷപ്പെടുത്തി അവരെ സ്വതന്ത്രമാക്കാൻ ഈ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറയുന്നവരുടെ മുൻഗാമികളുടെ തലമുറയിൽ ഒരാളും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ജഡ്ജിയുടെ കോടതിയിൽ പോയി ആംഗലേയ ഭാഷ അനസ്യൂത പ്രവാഹമായി മനോഹരമായി ഇംഗ്ലീഷ് സംസാരിച്ച് ലോ പോയിന്റുകൾ നിരത്തി ഗാന്ധിജി അടക്കമുള്ള സമരനായകന്മാരെ പുറത്തിറക്കി തടിയും തൊപ്പിയും വെച്ച മൗലാന മുഹമ്മദ് അലി. രാജ്യം വീണ്ടും വർഷങ്ങളിലൂടെ കടന്നുപോയി. ലണ്ടനിൽ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുകയാണ്, വട്ടമേശ സമ്മേളനം നടക്കുകയാ. ഗാന്ധിജി ആരെയാ പറഞ്ഞയച്ചത്? വീരനായ പട്ടേൽ ഉള്ളപ്പോൾ, ബാലകൃഷ്ണ ഗോഖലെ ഉള്ളപ്പോൾ ആരെയാ പറഞ്ഞയച്ചത്? മൗലാന മുഹമ്മദ് അലിയെ. അർബുദ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ മൗലാന മുഹമ്മദ് അലി ചെന്നു അവിടെ. മറ്റു രാജ്യങ്ങളുടെ പ്രതിനിധിയിരിക്കുന്ന സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വീരനായകനായ ജോർജ് രണ്ടാമന്റെ മുമ്പിൽ പോയിരുന്നു ഇന്ത്യയുടെ ധീരനായകൻ മൗലാന മുഹമ്മദ് അലി. അദ്ദേഹത്തിന്റെ അവസരം വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നു. ആരുടെ മുമ്പിലും ശിരസ് താഴ്ത്താതെ, സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരാളുടെ മുമ്പിലും ശിരസ് നമിക്കാത്ത വിധം തൗഹീദിന്റെ ആർജവമുള്ള മുത്തുനബിയെ പ്രണയിക്കുന്ന മൗലാന മുഹമ്മദ് അലി നിന്നുകൊണ്ട് പറഞ്ഞു, ഹോണറബിൾ ജോർജ്, ബഹുമാന്യനായ ചക്രവർത്തി,
I am the representative of 32 crores Indian. ഞാൻ 32 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് 32 മിനിറ്റ് സംസാരിക്കാൻ സമയം തരണം. ജോർജ് രണ്ടാമൻ പറഞ്ഞു, പറ്റില്ല മുഹമ്മദ് അലി. മറ്റു പല രാജ്യങ്ങളെ കോളനികളാക്കിയ ജോർജ് രണ്ടാമന് എന്ത് ഇന്ത്യ? മറ്റു രാജ്യങ്ങളെ പോലെ തന്നെയാണ് കാണുന്നത്. അവസാനം വാദിച്ച് 10 മിനിറ്റ് സമയം അനുവദിച്ചു കൊടുത്തു. ഇംഗ്ലീഷ് ഭാഷ അനസ്യൂതമായി സംസാരിച്ചു അദ്ദേഹം. തന്റെ ദേശാഭിമാന പ്രചോദിതമായ പ്രസംഗം എന്നെ പറഞ്ഞയച്ചത് ഗാന്ധിജിയ, എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരണം, എന്റെ ഗ്രാമങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിച്ചു മടങ്ങണം. ആവേശോജ്വലമായ ആ പ്രസംഗം മുന്നോട്ട് പോകുമ്പോൾ ഇടയിൽ അദ്ദേഹം നീണ്ട പോരാട്ടങ്ങൾക്ക് സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതിയ ഒരു ഉമ്മത്തിന്റെ പ്രതിനിധിയാണെന്ന് പറയേണ്ടി വന്നു. അബ്രഹാം പ്രവാചകനെ ഉദ്ധരിച്ചു. അതെ, ആസറിയൻ സാമ്രാജ്യത്വ കൊളോണിയൽ പലിശകൾക്കെതിരെ സമരം നടത്തിയ ഇബ്രാഹിം പ്രവാചകന് അറേബ്യൻ സാമ്രാജ്യത്വത്തിനെതിരെ സമരം ഇടിമുഴക്കമായ മൂസ കലീമുള്ളായെ അതിനിടയിൽ പറഞ്ഞു, മൈ ബിലോവഡ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് എ സൺ. എന്റെ നബി പറഞ്ഞു, എന്റെ നബി പറഞ്ഞു. എവിടെയാണിത് സംസാരിക്കുന്നത്? ഇവിടെ ചില ആളുകളില്ലേ, തൊപ്പി വെച്ചാൽ താടി വെച്ചാൽ അതൊന്നും ശരീഅത്തിലില്ലെന്ന് പുതിയ കിട്ടിയ അധികാരത്തിന്റെ ഗർവിലിരുന്ന് മന്ത്രി കസേരയിലിരുന്ന് പറയുന്ന മുസ്ലിം മന്ത്രിമാരുള്ള ഒരു രാജ്യത്ത് നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. തന്റെ മുമ്പിൽ പോലും തന്റെ മതബോധത്തെ, അതിനയാൾ കെ ടി ജലീലല്ലോ, അതിനയാൾ കെ ടി ജലീലല്ല, പറഞ്ഞു എന്റെ പ്രവാചകന്റെ പേര്, നമ്മുടെ പ്രവാചകന്റെ പേര്. ജോർജ് രണ്ടാമന്റെ കണ്ണുകൾ ജ്വലിച്ചു. ചാടി എഴുന്നേറ്റുകൊണ്ട് അലറി, മിസ്റ്റർ മുഹമ്മദ് അലി, നിർത്തട. നിന്റെ പ്രവാചകനെ പറയാനുള്ള സദസ്സല്ല ഇത്. നിന്റെ പ്രവാചകൻ ഇവിടെ പറയരുത്. നമ്മളാണെങ്കിൽ എന്തു പറയും? ഈ പറയുന്ന ആളുകളാണെങ്കിൽ എന്തു പറയും? സോറിട്ടാ, തെറ്റുപറ്റിയതാ. മൗലാന മുഹമ്മദ് അലി കൂടുതൽ ഉച്ചത്തോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ പറയുന്നു എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫസ്റ്റ്ലി ഐ ആം എ മുസ്ലിം, സെക്കൻഡ്ലി ഐ ആം എ മുസ്ലിം, ആൻഡ് ഫൈനലി ഐ ആം എ മുസ്ലിം. ഞാൻ മുസ്ലിമാടാ, ഞാൻ മുസ്ലിമാ. ഞാൻ എന്റെ പ്രവാചകന്റെ പേര് പറഞ്ഞു. എന്റെ രാജ്യത്തെ കുറിച്ച് ആണ് പറയുന്നതെങ്കിൽ, രാജ്യത്തെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെങ്കിൽ, ഞാൻ പറയുന്നു I am an Indian. Firstly, I am an Indian. Secondly, I am an Indian. And finally, I am an Indian. ഞാൻ ഇന്ത്യക്കാരനാ. ഏത് ദേശാഭിമാനികളുടെ രോമമാണ് എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക? അലറി വിളിച്ചു മൗലാന മുഹമ്മദ് അലി. ആ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ അനുയായികളെയാണോ രാജ്യത്തിന്റെ ആളുകളല്ലെന്നും അവർ രാജ്യദ്രോഹികളാണെന്നും പറയേണ്ടത്? അത് രാജ്യത്തിന്റെ പൈതൃകമാണോ പ്രിയപ്പെട്ടവരെ? അദ്ദേഹം ഒമിറ്റ് ചെയ്തു. ക്യാൻസർ ഉണ്ടായിരുന്നതും ബ്ലഡ് ഒമിറ്റ് ചെയ്തു. 4 ദിവസക്കാലം അവിടുത്തെ ഹോസ്പിറ്റലിൽ കിടന്നു. മരണത്തിന്റെ തലേന്നും അദ്ദേഹം അന്വേഷിച്ചു, എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ? എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ? ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ. മുസ്ലിമായ തൊപ്പിയും താടിയും വെച്ച മനുഷ്യൻ മരണത്തിന്റെ തലേന്നും കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ? അദ്ദേഹം വസിയത്ത് എഴുതി, എങ്കിൽ എന്റെ ഉമ്മ സ്വപ്നം കണ്ട, എന്റെ ഗാന്ധിജി സ്വപ്നം കണ്ട സ്വാതന്ത്ര്യത്തിന്റെ ഇന്ത്യ പുലരുന്നില്ലെങ്കിൽ ഞാൻ വഫാത്തായാൽ എന്റെ മയ്യത്ത് സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത്, എന്റെ മയ്യത്ത് സ്വാതന്ത്ര്യമുള്ള നാട്ടിലേക്ക് കൊണ്ടുപോ. അതെ, ധീരവീര പോരാട്ടങ്ങളുടെ ശോണിമപൂത്ത പടക്കലങ്ങളുടെ ഇതിഹാസം ലഭിച്ച പാലസ്തീനിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുപോകണം. അവിടെയാണ് മൗലാന മുഹമ്മദ് അലിയെ മറവ് ചെയ്തത്. മസ്ജിദുൽ അക്സയുടെ പുറത്ത് വലതുമാറി ഒരു വാരം സഞ്ചരിച്ചാൽ അവിടെ കാണാം ഒരു വലിയ ഖബറ്.
അതിന്റെ മുകളിൽ എഴുതിയിട്ടിട്ടുണ്ട് ഇന്ത്യക്കാരെ. എന്താ എഴുതിയത്? ഇംഗ്ലീഷിലും അറബിയിലും. മുജാഹിദുൽ ഹിന്ദ്, ഇന്ത്യയുടെ പോരാളി, ദ സോൾജിയർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പോരാളി എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ പേരുടെ ബലിദാനങ്ങളുടെ ജീവരക്തങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് ഇന്ത്യ സ്വതന്ത്രമായിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യത്തിന്റെ പൈതൃകം നമ്മൾ നെഞ്ചു ചേർത്ത് പിടിക്കണം. ശ്രീശങ്കരന്റെ സ്നേഹശീലുകൾ ശ്രുതിമീട്ടിയ നാടാണ് ഇന്ത്യ. ശ്രീനാരായണന്റെ മന്ത്രമധുരമായ മൊഴികൾക്ക് ചെവി കൊടുത്ത നാടാണ് ഇന്ത്യ. ഹളറത്ത് നിസാമുദ്ദീൻ ഔലിയായെ സ്വീകരിച്ച ഒരു ഗോത്രവിഭാഗം അവരുടെ പണിയായ കത്രിക എടുത്തു കൊടുത്തു. അവരതാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അവര് പറഞ്ഞു, ഹളറത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു, വേണ്ട, കത്രിക മുറിക്കുന്നതിന്റെ അടയാളമാണ്, എനിക്കൊരു സൂചിയും നൂലും തരൂ. സൂചിയും നൂലും അതൊന്നിപ്പിക്കുന്ന അടയാളമാണ്. ഇന്ന് ആ പ്രതീകത്തെ പോലും തിരസ്കരിച്ച ഹളറത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ നാടാണിന്ന്. അതെ, ചോള സാമ്രാജ്യത്തിന്റെ അധിപനായ വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ പട്ടാളം സ്നേഹത്തോടെ പഞ്ചപുച്ഛമടക്കി നിന്ന മഹാനായ ഇബ്രാഹിം ബത്ഷാ ഏർവാടി നടന്നുപോയ മണ്ണാണിത്. സെന്റ് തോമായെ സ്വീകരിച്ച മണ്ണാണിത്. ഈ സ്നേഹം ഇവിടെ നിലനിൽക്കട്ടെ, ഈ സമാധാനം ഇവിടെ നിലനിൽക്കട്ടെ. രാജ്യത്ത് ഏകമുഖമായ ഒരു ദേശീയതയെ പ്രചോദിപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. ഈയിടെ ഉണ്ടായ ചില വിവാദങ്ങൾ കൂടി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് ബോധമുള്ള ആരെങ്കിലും അത് പറയൂ? ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. പിന്നെയോ ഡയറക്റ്റീവ് പ്രിൻസിപ്പളിലാണ്, മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഭരണഘടനയ്ക്ക് രണ്ടു മുഖമുണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ചെയ്യപ്പെടാനാവാത്ത വിധം നടപ്പിലാക്കേണ്ടതാണ്. മറ്റൊന്ന് മാർഗനിർദ്ദേശക തത്വമാണ്. എഴുതി വെച്ച ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിന്റെ കീഴിലുള്ള ഭരണഘടനാ ശില്പികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കാൻ ഇന്ത്യയിലെ ഒരു കോടതിക്കും നിർബന്ധിക്കാനാവില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ. ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ഒരു പൊതുവേദിയിൽ ഇത് സംസാരിക്കുന്നത്. എഴുതി വെച്ചിട്ടുണ്ട് ഭരണഘടനയുടെ ഇൻട്രൊഡക്ഷനിൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നടപ്പിലാക്കണമെന്ന് രാജ്യത്തൊരു കോടതിക്കും നിർബന്ധിക്കാനാവില്ല. ഒരു സമുദായം, ഒരു കമ്മ്യൂണിറ്റി സ്വയം തീരുമാനിക്കുകയാണ്, ഞങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് വേണം. നടപ്പിലാക്കാൻ ഭരണകൂടം സൗകര്യം ചെയ്തു കൊടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയുമോ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 46 വരെയുള്ള ആർട്ടിക്കിളിൽ രേഖപ്പെടുത്തിയ രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം മാത്രമല്ല, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഒന്നാമത്തത് എന്താണ്? വെറുതെ ആണോ മുസ്ലിങ്ങൾ ഏക സിവിൽ കോഡ് വേണ്ടെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്? എന്താ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഒന്നാമത്തത്? രാജ്യത്തെ 15 വയസ്സുകൾ താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ നടപ്പിലാക്കണമെന്ന്. ഇന്ന് ഭരണഘടന നിലവിൽ വന്നിട്ട് എത്ര വർഷമാ? റിപ്പബ്ലിക്കിന്റെ എത്രാമത്തെ ആണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്? 10 കൊല്ലം കഴിയുന്നതിന് മുമ്പ് സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയോ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥം മാറി മാറി ഭരിച്ച ഏതെങ്കിലും സർക്കാരുകൾ അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ബംഗാളിൽ നിന്ന് അരീക്കോട്ടേക്ക്, മഞ്ചേരിയിലേക്ക്, ബംഗാളിലെ ആസാമിലെ ബ്രഹ്മപുത്ര നദിയുടെ തീരങ്ങളിൽ 18 കിലോമീറ്റർ ടെന്റ് കെട്ടി കഴിയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട പതിനായിരങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത, ഒന്നും അറിയാത്ത യുവാക്കളായി കേരളത്തിലേക്ക് വരുമായിരുന്നില്ല. 2, രാജ്യത്തും മദ്യനിരോധനം നടപ്പിലാക്കണം. അഭിവന്ദനായ നമ്മുടെ ഉദ്ഘാടകൻ, നമ്മുടെ അഭിമാനഭാജനമായ സയ്യിദ് ജമലുൽ ലൈലി തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, രാജ്യത്തും മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽപ്പെട്ടതാ. ഇരുന്നോളൂ. തങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ഇതിലൊരു സമയ ഷെഡ്യൂൾ ഉണ്ട്. നമ്മുടെ കാനേശ്വരടക്കമുള്ള നമ്മുടെ അതിഥികൾ സംസാരിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ആരാണ് ഇവിടെ മദ്യനിരോധം നടപ്പിലാക്കിയത്? ഏക സിവിൽ കോഡ് നടപ്പിലാക്കാത്തത് കൊണ്ട് രാജ്യത്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ? ദേശീയ സംസ്കാരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടായോ? ഇല്ല. എങ്കിൽ മദ്യം കൊണ്ട് എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട്? എത്ര കുടുംബങ്ങളാ തകർന്നു പോയത്? റോഡുകളിൽ പിടഞ്ഞു മരയ്ക്കുന്ന ആക്സിഡന്റുകൾക്ക് 25% കാരണം മദ്യമാണെന്ന് സാമൂഹിക പ്രവർത്തകന്മാർ വിലയിരുത്തിയിട്ട് ഈ പറയുന്ന ആരെങ്കിലും മദ്യനിരോധനം നടപ്പിലാക്കിയിട്ടുണ്ടോ? അത് ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. 3, രാജ്യത്ത് പുരുഷന് കൊടുക്കുന്ന തൊഴിൽ വേതനം സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വത്തിലുണ്ട്. ആരെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും സംഘടന, പ്രസ്ഥാനം? ഇല്ല. അതിൽ ഒന്ന് മാത്രമാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നത്. അപ്പോൾ സാമൂഹിക പ്രശ്നവും ദുരന്തവുമായ മദ്യനിരോധനം ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉണ്ടായത് നടപ്പിലാക്കാത്ത 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്നത് നടപ്പിലാക്കാത്ത, സ്ത്രീകൾക്ക് അത് തൊഴിൽ പുരുഷന്റെ ഒപ്പം നൽകണമെന്നത് നടപ്പിലാക്കാത്ത, അത് അരികുവൽക്കരിക്കപ്പെട്ട SC/ST വിഭാഗങ്ങൾ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞത് പരിപൂർണമായി നടപ്പിലാക്കാത്ത, ആദിവാസി ഗോത്രവർഗങ്ങളെ രാജ്യത്തിന്റെ ഭരണത്തിൽ പങ്കാളിയാക്കണമെന്ന് പറഞ്ഞത് നടപ്പിലാക്കാത്ത, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ ഒരു ഭാഗം മാത്രമായ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് എന്തിനാ ഭരണകൂടം ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഇത് രാജ്യത്തിന്റെ ഏകതയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈ ഉമ്മത്തിന് ഒരു സമുദായത്തെ തകർക്കാൻ. ഞാൻ പറയുന്നു, മുസ്ലിങ്ങൾ മാത്രമല്ല, രാജ്യത്ത് അഭിമാനബോധമുള്ള മതേതര ചിന്താഗതിക്കാരായ മുഴുവൻ മനുഷ്യരും ഇതിനെതിരാണ്. രാജ്യത്തിന്റെ ഭരണഘടനക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ സ്നേഹം നിലനിൽക്കണം, രാജ്യത്തിന്റെ പാരമ്പര്യം നിലനിൽക്കണം. എവറസ്റ്റിന്റെ മുകളിൽ കയറി അഭിമാനത്തോടെ ജയ് ഹിന്ദ് എന്ന് പറയാനുള്ള അഭിമാനമുള്ള ആളുകളാ നമ്മൾ. പാകിസ്ഥാനിലേക്കല്ല, സൗദിയിലേക്കല്ല, ഈ രാജ്യത്തിന്റെ ജനിതക നനവുകളിൽ ജീവിച്ചു മരിക്കാനാണ് നമുക്ക് താല്പര്യം. അതെ, കുട്ടിലും കുല്ലങ്ങളും ചുട്ടു ചമ്പലാക്കാത്ത, കുട്ടിലതയുടെ വേദാന്തം പടുമൊഴികൾ ഓതാത്ത വേദങ്ങളാണത്രേ പടുമൊഴികൾ ഓത്. ഏത് വേദാന്തം? പൊളിറ്റിക്കൽ വേദങ്ങൾ. മതങ്ങൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. തപസ്വമ നദീതീരത്തുകൂടെ നടന്നുപോയ വാൽമീകി വൃക്ഷശിഖരത്തിലിരുന്ന് ആത്മസല്ലാപം നടത്തിയ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്തു കൊന്ന കാട്ടാളനെ നോക്കി സങ്കടപ്പെട്ടു പാടിയിട്ടുണ്ട്. ശോകം നിറഞ്ഞു, ശോകം ശ്ലോകമായി, ശോകം ശ്ലോകമായി, ദുഃഖം വേദമായി. മാനിഷാദ പ്രതിഷ്ഠാംഗത്വമഗമ ആരുടെ കാട്ടാള എന്ന് പറയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ സകല മനുഷ്യരും അക്രമത്തിനും അനീതിക്കുമെതിരെ വിളിച്ചു പറയണം, അരുത് കാട്ടാളന്മാരെ എന്ന് വിളിച്ചു പറയണം. കുതറും മനുഷ്യന്റെ കുടൽമാല ചോർക്കാത്ത, തളരും മനുഷ്യന്റെ തലവെട്ടി വിൽക്കാത്ത, കുടിലതകളില്ലാത്ത, കുന്നായ്മയില്ലാത്ത എന്റെ നാടെന്റെ നാടെവിടന്റെ മക്കളെ എന്ന് മലയാളത്തിന്റെ പ്രിയ കവി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വേപത് കൊണ്ട് പാടിയിട്ടുണ്ട്. ഇന്ത്യയുടെ രാപ്പാടി സബ് ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഇന്നും സ്വാതന്ത്ര്യ ദിനത്തിന്റെ പുലരികളിൽ, ഇന്നുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സ്വാതന്ത്ര്യ ദിനത്തിന്റെ പുലരികളിൽ പട്ടാളത്തിന്റെ ബ്യൂഗിളിൽ നിന്ന് മുഴങ്ങുന്നത് ആ മനുഷ്യന്റെ ഹൃദയം കൊണ്ട് എഴുതിയ വാക്കുകളാ. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ. ഈ രാജ്യമാ ലോകത്തെ ഏറ്റവും മനോഹരമായത്.
അതെ, ഇതൊരു പൂങ്കാവനമാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും സുഗന്ധം പ്രസരിപ്പിക്കുന്ന സൂനങ്ങളാണെന്ന് പറഞ്ഞ സർ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലിന്റെ വചനങ്ങൾ ഈ സായാഹ്നം സന്ധ്യക്ക് വഴിമാറുമ്പോൾ ചരിത്രം ലഭിച്ച മലപ്പുറം ജില്ലയിലെ ധീരരായ SKSSFന്റെ ചുണക്കുട്ടികളെ ഹൃദയം തുറന്ന് അഭിമാനിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.